ഒക്കെ ഉണ്ടായത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഉപ്പേരി വെച്ചാൽ നല്ലതുണ്ട്. നമ്മൾ ഇങ്ങനെ ഇതേപോലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഇതുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം, പറിക്കാം. നമുക്കിത് എന്നിട്ട് നല്ല ഉപ്പേരി ഉണ്ടാക്കാം. ഉണ്ടോ? പിന്നെ തക്കാളി തൈയുണ്ട്, അത് തക്കാളി ഉണ്ടായിട്ടില്ല. പിന്നെ വെണ്ടക്ക ഉണ്ട്, അതുപോലും കായ്ച്ചിട്ടില്ല. ഇതാണിപ്പോൾ കായ്ച്ചത്. ഇതുമ്പോൾ നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായത് നല്ലത്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തം പറിച്ചിട്ട് നമുക്ക് തന്നെ ഉപ്പേരിയെല്ലാം വെച്ചാൽ നല്ലതുണ്ടാവും. എന്താ ഇതേപോലെ നമുക്കെല്ലാം പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ അടുക്കളൻ്റെ ഭാഗമാണ്. എന്താ ഇതുപോലെ പറിച്ചെടുത്താൽ മതി. കുറേ കിട്ടിയിട്ടുണ്ട്. ഒരു നേരം ഉപ്പേരിക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെയും കുറേ ഉണ്ട്, അതൊക്കെ ചള്ള. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരു നേരം ഉപ്പേരി വെക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇനി കുറേ അതൊന്നും കായ്ക്കുന്നുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയാൽ ഇത് വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം. നമുക്ക് കോവക്ക വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ച് ഓയിൽ വെച്ച്, ഓയിൽ ചൂടായി വന്ന് കടുക് ഇട്ടിട്ടുണ്ട്. കുറച്ച് പെരുംജീരകം ഒരു മുന്നിലിട്ടിട്ടാൽ പിന്നെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ട്, സവാള വാടി വന്നിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ചിട്ടിട്ടാൽ മതി. പേസ്റ്റാക്കി വെച്ചത് ലേശം. തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളി ഉണ്ട്. തക്കാളി നന്നായി വാടട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ ചേർക്കാം. മുളകിൻ്റെ പൊടി കുറേശ്ശെ മതി. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് വെക്കാവുള്ളൂ, കുറേ ഇട്ട് വെക്കണ്ട. പിന്നെ കോവക്ക ഇട്ട് വെക്കാം. കോവക്കണ്ട്, പച്ചമുളക്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാകുമ്പോൾ നല്ലതുണ്ടാവും. നന്നായി ഇറക്കി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടിയിട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒന്ന് കുടഞ്ഞ് വെച്ചാൽ മതി. അധികം വെള്ളം വേണ്ട. ഒന്ന് ഇതിൽ കിടന്നൊന്ന് വാർത്താം. എന്നിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. കോവക്കൊന്ന് വെന്തോട്ടെ. മൂടിയിട്ടാൽ തന്നെ അങ്ങ് പോകും. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. മൂടിയിട്ട് ഇപ്പോൾ കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരച്ചിട്ടിടുന്നതിനേക്കാണ് ടേസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇങ്ങനെ ചെറുതായി ഒന്ന് പതിച്ച് വന്നാൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ചാൽ മതി. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫാക്കാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. നമുക്ക് ഒരു ചെറിയ കഷ്ണം കോവക്കൻ്റെ വള്ളി ഉണ്ടായാൽ മതി. അന്നേരം കുറേ കോവക്ക കിട്ടും നമുക്ക്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.